Hello friends, welcome to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റീവ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പോകുന്ന പിക്ചർ ഇതാണ്. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ആ ഫോട്ടോ എടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു ഇമേജ് എടുക്കണം. ഒരു ഈർക്കിൽ പഴം സ്ലൈസ് ചെയ്ത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒരു പിക്ക് എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഇമേജിനെ സ്നാപ്സീഡിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. സ്നാപ്സീഡിലാണ് നമ്മൾ ഇതിൻ്റെ മൊത്തം എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്നാപ്സീഡിൽ ഈ ഇമേജിനെ ഓപ്പൺ ആക്കി എടുക്കാം. അപ്പോൾ ഇമേജ് നമുക്ക് സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ടൂൾസ്, പിന്നെ അതിൽ ഹൈലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇടയിലുള്ള ഈർക്കിലിനെ നമുക്ക് കളയാൻ കഴിയും. അപ്പം അത് നമ്മൾ റബ്ബ് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തുമുള്ള ഈർക്കിലി നമ്മൾ ഇതുപോലെ റബ്ബ് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇത് റബ്ബ് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ആക്കേണ്ടതുണ്ട്. കൂടുതൽ പെർഫെക്ഷന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു ഇമേജ് എടുത്തു വയ്ക്കണം ബാക്ക്ഗ്രൗണ്ടിൻ്റെ. അതിനെ ഒന്ന് ബ്ലറാക്കി നമ്മൾ ഇതിൽ ഓപ്പൺ ആക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ, അതായത് ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്ന ഇതിൽ ആഡ് ഇമേജ് കൊടുത്ത് നമ്മൾ ആ ഇമേജിനെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മേളിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ എഡിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, ഡബിൾ എക്സ്പോഷർ. അതിനുശേഷം ബ്രഷ് ഓപ്ഷൻ എടുത്ത് നമ്മളിതിനെ ഇറേസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡബിൾ എക്സ്പോഷർ 100-ലാക്കിയതിന് ശേഷം നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ ഭാഗം പോയെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റീസ്റ്റോർ, അതായത് ഡബിൾ എക്സ്പോഷർ 0-ലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പോയ ഭാഗം റീസ്റ്റോർ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഫുള്ളായിട്ട് റബ്ബ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ റീസ്റ്റോർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇമേജ് റെഡി ആയിട്ടുണ്ടാവും. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ക്രിയേറ്റീവായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്നെയും കൂടെ ടാഗ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഫോളോ ചെയ്യും. അപ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്തെടുത്ത ഇമേജിന് നമ്മൾ കുറച്ച് കളർ ഗ്രേഡ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലൈറ്റ് റൂമിലോ സ്നാപ്സീഡിലോ കയറ്റി ഒന്ന് കളർ ഗ്രേഡ് കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു പിക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.